إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله قولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ولو بسط الله الرزق لعباده لبغوا في الأرض ولكن ينزل بقدر ما يشاء إنه بعباده خبير بصير. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതം മുഴുവനും അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്ക് വിധേയമാക്കി ഈമാനോടെ തഖ്വയോടെ ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്ന വിധത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വരികയാണ്. നമ്മുടെ ജീവിതത്തെ നല്ല നിലയിൽ കൊണ്ടുപോകാൻ പ്രയോജനകരമായ ഒന്നാണ് സമ്പത്ത്. ഖിയാമൽ ലിന്നാസ്, ഖുർആൻ പറഞ്ഞു, ജനങ്ങളുടെ നിലനിൽപ്പിനാധാരം. എന്നാൽ നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച്, അഥവാ നമ്മുടെ നിയന്ത്രണങ്ങൾ തെറ്റിക്കും വിധം പ്രതിസന്ധികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖല കൂടിയാണ് സാമ്പത്തിക രംഗം. പഴയകാലത്ത് പട്ടിണിയുണ്ടായിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനും മാറ്റിയെടുക്കാനും സൗഭാഗ്യം ലഭിക്കാത്ത ഒരുപാട് ആൾക്കാർ, നമ്മുടെ പൂർവികന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചു മരിച്ചുപോയി. ഇന്ന് നമ്മളൊക്കെ അധ്വാനിക്കുന്നതിനേക്കാൾ അധ്വാനിച്ച ആൾക്കാരായിരുന്നു അവർ. ഒരുപാട് കഠിനാധ്വാനം ചെയ്തവരാണ്, വെയിലേറ്റവരാണ്. നമ്മുടെ നാട് ഇന്ന് ഏറെക്കുറെ ഐശ്വര്യത്തിലാണ്. വീടുകളൊക്കെ മാറി ചെറിയ ചെറിയ കുടിലുകൾക്ക് പകരം വലിയ വീടുകളും വാർപ്പിൻ്റെ വീടുകളും ഒക്കെ വരാൻ തുടങ്ങി. ജീവിതത്തിൽ പണ്ടത്തതിനേക്കാൾ കൂടുതൽ ഐശ്വര്യം ഏറെക്കുറെ വർദ്ധിക്കാൻ തുടങ്ങി. ഇത്തരം അവസ്ഥകൾ വരുമ്പോൾ നമ്മൾ പേടിക്കണം, ഭയപ്പെടണം. കാരണം ഇത് ഒരു നാശത്തിൻ്റെ തുടക്കമാകാം. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്, വഇദാ അറദ്നാ അൻ നുഹ്ലിക ഖറിയതൻ അമർനാ മുത്രഫീഹാ ഫഫസഖൂ ഫീഹാ ഫഹഖ അലൈഹിൽ ഖൗലു ഫദമ്മർനാഹ തദ്മീറ. നാം ഒരു നാടിനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവിടെയുള്ള സുഖലോലുപന്മാരായ ആൾക്കാർക്ക് മുന്നറിയിപ്പുകൾ കൊടുക്കും. ഫഫസഖൂ ഫീഹാ, അവരത് അവഗണിച്ചുകൊണ്ട് തോന്നിയ പോലെ അവർ ജീവിക്കും. ഫഹഖ അലൈഹിൽ ഖൗൽ, അപ്പോൾ ശിക്ഷയുടെ വചനം അവർക്ക് മേൽ യാഥാർത്ഥ്യമാവുകയും ഫദമ്മർനാഹ തദ്മീറ, നാം ആ നാടിനെ മുച്ചൂടും നശിപ്പിക്കുകയും ചെയ്യും. സൂറത്ത് ഇസ്രായിലെ അള്ളാഹുവിൻ്റെ ഒരു മുന്നറിയിപ്പാണ്. ഒരു നാട് നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവിടെയുള്ള സുഖലോലുപന്മാർക്കാണ് മുന്നറിയിപ്പ് കൊടുക്കുക. എന്നാൽ ആ മുന്നറിയിപ്പിന്, അള്ളാഹിന്റെ മുന്നറിയിപ്പിനെ അവഗണിക്കുമ്പോൾ പിന്നെ അള്ളാഹ് നാട് നശിപ്പിക്കുമെന്നാണ്. ഇന്ന് സാമ്പത്തിക പ്രതിസന്ധി പല നാടിനെയും പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതൊക്കെ മറന്നുകൊണ്ടാണ് മനുഷ്യന്റെ ജീവിതം. ലഭിക്കുന്ന
വരുമാനത്തിനനുസരിച്ചല്ല പലരുടെയും ജീവിതം. ചെലവുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് വരവിനനുസരിച്ചല്ല. പടച്ചവനെയും പരലോകത്തെയും മറന്ന് തൻ്റെ വരുമാനത്തെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യാതെ കടം വാങ്ങി അള്ളാഹു നിഷിദ്ധമാക്കിയ പല കാര്യങ്ങളും, പലിശ അടക്കമുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ബന്ധപ്പെട്ട് അങ്ങനെ സുഖിയന്മാരായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നത്. കുറഞ്ഞ വരുമാനമുള്ള ആളുകൾ പോലും ഉയർന്ന വരുമാനമുള്ള ആൾക്കാർ ജീവിക്കുന്ന പോലെ, അവരൊക്കെ കാണിക്കുന്ന പോലെ കാണിക്കാനാ പാടുപെട്ടുകൊണ്ടിരിക്കുന്നത്. പൊങ്ങച്ചങ്ങളും ആർഭാടങ്ങളും ധൂർത്തുകളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്. മനസ്സമാധാനം നഷ്ടപ്പെട്ടവരാണ് ഏറെയും. എന്താ കാരണം? സാമ്പത്തിക വിഷയത്തിലാണ് പലരുടെയും സമാധാനം നഷ്ടപ്പെട്ടുള്ളത്. ഉറക്കം നഷ്ടപ്പെട്ടു പലർക്കും. കാരണം വലിയ കടബാധ്യതകളുണ്ട്. പലരുടെയും വീടുകളും സ്വത്തുക്കളൊക്കെ ജപ്തിയാണ്, ജപ്തി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ കാണുന്ന സാമ്പത്തിക രംഗം. നമ്മൾ മരിച്ചു പോകുമ്പോൾ വരുന്ന തലമുറക്ക് ഒരുപാട് കടങ്ങൾ ബാക്കിയാക്കിയിട്ടാണ് പലരും മരിച്ചു പോണത്. താങ്ങാൻ പറ്റാത്ത കടത്തിൻ്റെ ഭാരം മക്കൾക്കും ബാക്കിയുള്ളവർക്കും ബാക്കിയാക്കിയിട്ട് മരിച്ചു പോവുകയാണ് പലരും. തോന്നിയ പോലെ ജീവിച്ച് അങ്ങനെ കടം വാങ്ങി ദൂർത്തടിച്ച് ജീവിച്ച് അവസാനം പിന്നെ അത് ആത്മഹത്യ ചെയ്ത് അവർ വാങ്ങിയ കടവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇത് കൊടുത്തവരും സഹായിച്ചവരൊക്കെ അവർ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. ഈ സഹായിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ പല ദുരിതങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹ് പറഞ്ഞു, എല്ലാവർക്കും അള്ളാഹ്ക്ക് കൈ അണിഞ്ഞാണ്ട് കൊടുത്താൽ മതി, എല്ലാവരും ജീവിക്കട്ടെ അടിച്ചു പൊളിച്ച്. പക്ഷെ അള്ളാഹിന്റെ നടപടിക്രമം അങ്ങനല്ല. സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയെയും ഗ്രഹങ്ങളെയും ഒക്കെ സംവിധാനിച്ച റബ്ബ്, ഇതിനൊക്കെ വ്യത്യസ്തമായ രൂപത്തിൽ സൃഷ്ടിച്ച റബ്ബ് ഈ വിഷയത്തിലും വല ബസത്തല്ലാഹു റിസ്ഖൽ ഇബാദി, അള്ളാഹ് തന്റെ അടിമകൾക്ക് എല്ലാവർക്കും ഉപജീവനം റിസ്ഖാണ്ട് വിശാലമാക്കി കൊടുത്തിരുന്നുവെങ്കിൽ ലബഗൗ ഫിൽ അർളി, സുബ്ഹാനല്ലാഹ്, ലബഗൗ ഫിൽ അർളി, എല്ലാവർക്കും അങ്ങനെ കൊടുത്താൽ എന്താ ഉണ്ടാകാൻ പോകുന്നറിയോ? ഭൂമിയിൽ അവർ അതിക്രമം കാണിക്കുന്ന, ജീവിക്കാൻ പറ്റൂല ഇവിടെ സ്വസ്ഥമായിട്ട്, അങ്ങനെയുള്ള അവസ്ഥയെ തിരിച്ചു വരിക. വലാകിൻ യുനസ്സിലു ബിഖദരിൻ മാ യശാ, പക്ഷെ അള്ളാഹു ഒരു ഖദർ അനുസരിച്ച്, ഒരു അളവനുസരിച്ച് പടച്ചോൻ കാര്യങ്ങൾ ഇറക്കുക. ഇന്നഹു ബി ഇബാദിഹി ഖബീറും ബസീർ, അള്ളാഹു തന്റെ അടിമകളെ ശരിക്ക് കണ്ടറിയുന്നവനും നിരീക്ഷിക്കുന്നവനും കണ്ടറിയുന്നവനും സൂക്ഷ്മമായി അറിയുന്നവനും അറിയാം. അള്ളാഹ്ക്കറിയാം മനുഷ്യന്റെ എല്ലാവരുടെ കയ്യിലേക്കും മനുഷ്യന്മാർക്ക് ആണ്ട് കണ്ടമാനം പൈസ കൊടുത്താൽ, പണം കൊടുത്താൽ എന്താണ് ഈ നാട്ടിലുണ്ടാകുക, മനുഷ്യന്മാർ എന്ത് ചെയ്യുമെന്ന് അള്ളാഹ്ക്കറിയാം. അതുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ ചില ആളുകൾക്ക് കുറച്ചും ചില ആളുകൾക്ക് കൂടുതലൊക്കെ കൊടുത്തിട്ട് അതിലൊരു വേരിയേഷൻ അള്ളാഹു വെച്ചിട്ടുള്ളത് അതുകൊണ്ടാകുന്നു എന്നാണ്. ഇതൊരു സന്തുലനാവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. പണം ചെലവഴിക്കുന്നിടത്ത് ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. പണം എന്താണെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എന്തിലൊക്കെ ചെലവഴിക്കണമെന്ന് പറഞ്ഞു, വ്യക്തമായ കാഴ്ചപ്പാട് ഇസ്ലാമിനുണ്ട്. ധൂർത്തുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. വആതിദൽ ഖുർബ ഹഖഹു, അടുത്ത ആൾക്കാർക്കൊക്കെ അവരെ ഹക്ക് കൊടുക്കി. വൽ മിസ്കിൻ, മിസ്കിന്മാർക്കും അബിൻ സബീൽ, അവരൊക്കെ തന്റെ സ്വത്തിന് അവകാശികളാണ്, കൊടുക്കണം. ഫലാ തുബദിറ തബ്ദീറ, ധൂർത്തടിക്കരുത്. കാരണം ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ഷയാത്തീൻ, ഷൈത്താന്റെ സഹോദരങ്ങളാണ്. വകാന ഷൈത്താനി റബ്ബി കഫൂറ, ഷൈത്താൻ തന്റെ നാഥന് നന്ദികേട് കാണിച്ചവനാണ്. വലാ തജിയൽ യദക മഗ്ലൂലത്തൻ ഇലാ ഉനുഖിക, അതുകൊണ്ട് പിശുക്ക് വേണ്ട, ഒന്ന് ധൂർത്ത് പാടില്ല, രണ്ട് പിശുക്ക് വേണ്ട. ചെലവഴിക്കേണ്ടോടത്ത് ചെലവഴിക്കണം, ആവശ്യമുള്ളോടത്ത് ചെലവഴിക്കണം. നിന്റെ കയ്യിനെ നീ പിരടിലേക്ക് കെട്ടരുത്. വലാ തബ്സുത കുല്ലൽ ബസ്ത്, അനാവശ്യമായി ചെലവാക്കി കൈ അയച്ചു വിടുകയും ചെയ്യരുത്. ഫതഖൂദ മലൂമ മഹ്സൂറ, അങ്ങനെ വന്നാൽ നീ ആക്ഷേപിക്കപ്പെട്ടവനും അപമാനിക്കപ്പെട്ടവനും നിന്ദനുമായിട്ടിരിക്കേണ്ടി വരും എന്ന് അല്ലാഹു പറഞ്ഞു. വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ, ചിലവഴിക്കുകയാണെങ്കിൽ ധൂർത്തടിക്കരുത്, പിശുക്ക് കാണിക്കുകയും ചെയ്തത്, അതിന് രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരവസ്ഥ. ശരിക്ക് ധൂർത്തടിക്കരുതെന്ന് പറയാം, പിശുക്കും കാണിക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ എന്താന്ന് മനസ്സിലായി. പക്ഷെ പടച്ചോൻ തിരിച്ച് പറഞ്ഞുതരാം. ചില ആൾക്കാർക്ക് സൂചന കൊണ്ടും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തവണ പറഞ്ഞാലൊന്നും മനസ്സിലാവൂല. അപ്പൊ അള്ളാഹ് പറയണേ, അതിനിടയിൽ ധൂർത്തടിക്കരുത്, പിശുക്കും കാണിക്കരുത് എന്ന് പറഞ്ഞാൽ തന്നെ അതിന് ഇടയിലുള്ളതാ. എന്നിട്ട് അള്ളാഹ് വീണ്ടും ആയത്തിലൂടെ അള്ളാഹ് പറയാണ് അതിനിടയിലുള്ള ബൈന ദാലിക ഖവാമ, ഇടയിലുള്ള മാർഗം സ്വീകരിക്കണമെന്ന്. പ്രധാനമായി 6 മേഖലകൾ ശ്രദ്ധിക്കണം. സാമ്പത്തിക പ്രതിസന്ധി വരാൻ കാരണമാകുന്ന 6 മേഖലകളുണ്ട്. ഈ പ്രൗഢിയും പൊങ്ങച്ചൊക്കെ കാണിക്കാൻ വേണ്ടി മനുഷ്യന്മാര് സാമ്പത്തികമായി നിയന്ത്രണങ്ങളില്ലാതെ പണം ചെലവാക്കിയിട്ട് സാമ്പത്തിക പ്രതിസന്ധി വരുത്തുന്ന 6 മേഖലകളുണ്ട്. അതിൽ ഒന്ന് വീടാണ്. വീടെന്താണ്? അള്ളാഹ് പറഞ്ഞു, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂത്തിക്കും സക്കന, അള്ളാഹു ഇത്ര സമാധാനത്തോടെ
ശാന്തമായി നിങ്ങൾ ജീവിക്കാൻ വേണ്ടി അള്ള വീടുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള സംവിധാനം പടച്ചോൻ തന്നത്. അള്ള വീടുണ്ടാക്കി തന്നത് അതിനാ, സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ. സഹോദരന്മാർ, എത്ര ആൾക്കാർ വീട് സമാധാനത്തോടെ ജീവിക്കുന്നുണ്ട്? ഇന്ന് നമ്മളെ വീട്ടിന്റെ അവസ്ഥക്ക് എന്താ? വീടുകൾ ഉണ്ടാക്കുന്നു, ഗംഭീര വീടുകൾ ഉണ്ടാക്കുന്നു, അയൽവക്കത്തേക്കാൾ കുടുംബത്തേക്കാളൊക്കെ കടം വാങ്ങി കുറേ കാലം ഗൾഫിലൊക്കെ ജോലി ചെയ്തിട്ട് പിന്നെ ആ ജോലി ചെയ്തത് മുഴുവനും ഉപയോഗിച്ച് കടം വാങ്ങിയിട്ട് അവസാനം ആ കടം വീട്ടാൻ കഴിയാതെ അവസാനം ആ വീട് വിട്ടുപോകേണ്ട മാനക്കേട് ഉണ്ടാവുകയാണ് പലർക്കും. എന്തൊക്കെ ഈ ഒരു സമാധാനത്തോടെ ആ വീട്ടിൽ കടന്നുറങ്ങാൻ പറ്റുമോ? അപ്പോൾ ചെറിയ കൂരയാണെങ്കിൽ പോലും ആ വീട്ടിൽ അതിൻ്റെ പേരിൽ പിന്നെ മനസ്സ് അത് അവിടെ ഉറങ്ങാൻ പറ്റാത്ത പ്രയാസം ഉണ്ടാവരുത്. സാമ്പത്തിക വിഷയത്തിൽ ഉറങ്ങാൻ പറ്റണം, സമാധാനത്തോടെ കടന്നുറങ്ങാൻ പറ്റണം. അത് പോയി. രണ്ടാമത്തെ കാര്യമാണ്, രണ്ടാമത്തെ കാര്യമാണ് വാഹനം. വാഹനത്തിന്റെ പേരിൽ ഇന്ന് ആളുകൾക്ക് ഇന്ന് കാറും സ്കൂട്ടറൊന്നും ഇല്ലാത്ത വീടൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ഒരു പുതിയ സംസ്കാരമാണ്, യൂസ്ഡ് കാറുകൾ വർദ്ധിച്ചു വരികയാണ്. എന്നിട്ട് ഇതങ്ങനെ പരസ്യം ഒരുപാട് മേഖലകളിൽ ഇതങ്ങനെ വന്ന് ഓരോ കിലോമീറ്ററുകൾ ഉള്ളിലൊക്കെ ഇത് വന്നിട്ട് ഇതാ ഒരു ഇത്ര മോഡൽ കാറ്, അതിന് ഒരു 5000 നിങ്ങൾ തരാണ്, നിങ്ങൾ കൊണ്ടുപോയിക്കോളി, ബാക്കി നിങ്ങൾക്ക് ലോണ്. അതെന്താ സംഭവം? പലിശയാണ്, കടമാണ്. എന്നിട്ട് അതിൽ ഭ്രമിച്ചിട്ട് നമുക്ക് 5000 കൊടുത്താൽ ഒക്കെ വണ്ടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങുകയാണ്. എന്നിട്ട് പിന്നെ അത് കൊടുക്കാൻ കഴിയാതെ, അടക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യമാണ് വാഹനം. മൂന്നാമത്തെ കാര്യമാണ് വസ്ത്രം. എത്രയാണ് വസ്ത്രം? ഇപ്പോൾ ഓൺലൈൻ ബിസിനസ്സുകൾ വർദ്ധിച്ചപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും നിയന്ത്രണമില്ലാതെ ഇതിങ്ങനെ വരുത്താണ്. ഇതിങ്ങനെ മൊബൈലിൽ ഇങ്ങനെ കാണുമ്പോൾ അതിങ്ങനെ കണ്ടിട്ട് നോക്കിയിട്ട് അത് ഭയങ്കരമാണ്, ഇതിപ്പോൾ നമ്മളെ നാട്ടിലെ കടയിലൊന്നും കിട്ടൂല, എന്നിട്ട് അത് ഓർഡർ ചെയ്യിക്കുകയാണ്. അവസാനം അത് വരുമ്പോൾ വിചാരിച്ച പോലെ ആകൂല. ഒരുപാട് സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്ന വിഷയമാണ് വസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയം. അല്ലാഹ് എന്താ പറഞ്ഞത്? യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷ വലിബാസു തഖ്വ ദാലിക ഖൈർ. ശ്രദ്ധിക്കണം. നമ്മൾ തഖ്വ ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു വസ്ത്രം വേണ്ട. തഖ്വ ഈമാനൊക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. പലരും അലമാറയിൽ ഇങ്ങനെ കൂട്ടി വെച്ച് വസ്ത്രങ്ങൾ അങ്ങനെ കൂമ്പാരമായി കിടക്കുന്ന അവസ്ഥകൾ കാണാൻ സാധിക്കും. പാടില്ല. നാലാമത്തെ ദൂർത്ത് വരുന്ന പൊങ്ങച്ചും മറുപാടും സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന നാലാമത്തെ കാര്യം ഭക്ഷണം. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ഒന്നും ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് വേണ്ട, ആണുങ്ങൾക്ക് വേണ്ട. ഒരു 100 രൂപ കയ്യിൽ കിട്ടിയാൽ അതിന് എങ്ങനെയെങ്കിലും അങ്ങാടി പോവുക. ഇന്നത്തെ അവസ്ഥ കൃത്രിമമായ വർണ്ണങ്ങളും രുചികളും ഗന്ധങ്ങളും ചേർത്ത് വിഷം കലങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് പൊങ്ങച്ചത്തിന്റെ പ്രതീകമായി ഇന്ന് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ആശുപത്രിക്കുള്ള ദൂരം കുറയാണ്. ഇന്നത്തെ ഭക്ഷണം എത്രയാണ്? ചെറിയ സംഖ്യ കയ്യിൽ കിട്ടിയ പിന്നെ കമ്പനി അടിച്ച് പോവുകയാണ്. അത് എവിടെയൊക്കെ എത്ര ദൂരം സഞ്ചരിക്കാൻ? അതിങ്ങനെ ബ്ലോഗർമാരിടുന്ന കുറേ കടകൾ ഉണ്ടാകും. അവരേതാ ഇന്ന സ്ഥലത്ത് ഇന്ന കട, അവിടെ നാസ്തക്ക് അവിടെ ചോറ്, ഇന്ന ഭക്ഷണത്തിന് ഇന്ന പ്രത്യേകമായി, പിന്നെ സീ ഫുഡ് കിട്ടുന്നത് വേറെ. അത് എത്ര കിലോമീറ്റർ ആണെങ്കിലും കമ്പനി അടിച്ച് ചെക്കന്മാർ പോവാണ്. കിട്ടുന്ന കാശിന് 500 രൂപ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കിട്ടിയാൽ പിന്നെ അത് കുടുംബത്തെ നോക്കാനും വാപ്പാനമ്മാനെ നോക്കാനും മക്കളെ നോക്കാനും ഒന്നല്ല, അതിന് തിന്ന് മാത്രം ജീവിക്കുന്ന ഒരു തലമുറ നമ്മളെ മുന്നിൽ വളർന്നു വരുന്നുണ്ട്. ഈ ഭക്ഷണത്തിന്റെ വിഷയത്തിലും ഒരുപാട് ദൂർത്ത് വരുന്ന വിഷയമാണ്. അഞ്ചാമത്തെ വിഷയമാണ് ഫാഷന് വേണ്ടി ഒരു മുടിയുടെ കാര്യത്തിൽ മാത്രം നിങ്ങൾ നോക്കി എത്രയാണ് അത് അന്വേഷിച്ച് എവിടെയാണ് ആ രൂപത്തിൽ മുടി വെട്ടുന്നത് എന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോവാണ്. അത് ഇസ്ലാം ഹറാമാക്കി. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖസ, ഒരു ഭാഗത്ത് മാത്രം മുടി വെച്ച് ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ വടിച്ച് നീക്കുന്ന റസൂൽ നിരോധിച്ചിട്ടുണ്ട്. റസൂൽ ഒരു കുട്ടിയെ കണ്ടു, റസൂലുള്ളാഹി സ്വബിയൻ ഖദ്ഹുലിക ബഅദു ശഅരി റഅസി, തലയുടെ ഒരു ഭാഗത്ത് കുറച്ച് ഭാഗത്ത് മാത്രം ഇങ്ങനെ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ വടിച്ച് വെച്ച് ബാക്കിയുള്ള ഭാഗത്ത് മുടി വെച്ച ഒരു കുട്ടിയെ കണ്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു ഫനഹാഹും അൻ ദാലിക, ഞാനിതാ ഇത് നിങ്ങൾക്ക് എൻ്റെ ഉമ്മത്തിന് വിരോധിക്കുകയാണ്, മുസ്ലിമീങ്ങൾ ഇത് ചെയ്യരുത്. വഖാല അഹ്ലിക്ക്, ഒന്നിട്ട് പറഞ്ഞു ഒന്നുകിൽ ആ മുടി അതേപോലെ നിർത്തുക, അല്ലെങ്കിൽ പൂർണ്ണമായും പഠിച്ചു കളയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആറാമത്തെ വിഷയമാണ് ദൂർത്തും പൊങ്ങച്ചും കടന്നു വരുന്ന ആറാമത്തെ രംഗമാണ് മാമൂലുകൾ. മഅമൂൽ എന്ന വാക്കുന്നുണ്ടായത്. മഅമൂൽ എന്ന് പറഞ്ഞാൽ എന്താ? മഅമൂൽ എന്ന അറബി അമില, മഅമൂൽ എന്ന് പറഞ്ഞാൽ അമില എന്ന വാക്കുന്നുണ്ടായതാ. ആ മഅമൂൽ എന്ന അറബി പദത്തിൽ നിന്നാണ് മാമൂൽ ഉണ്ടായത്. മഅമൂൽ എന്ന് പറഞ്ഞാൽ ആരോ ഒരാൾ ചെയ്തത്, എന്നോ ഒരാൾ ചെയ്തത്, അതാണ് മഅമൂൽ എന്ന് പറഞ്ഞാൽ. ആരോ ചെയ്തൊരു സംഗതി അത് നാട്ടു നടപ്പായിട്ട് വരിക, ആചാരമായിട്ട് വരിക, എന്നിട്ട് അതിൻ്റെ പേരിൽ ഒരുപാട് പൈസ ചെലവാക്കുക, അങ്ങനെ സാമ്പത്തിക നഷ്ടം വരിക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ജനിച്ചത് മുതൽ മരിച്ചത് വരെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് തീരദേശങ്ങളിലൊക്കെ കാണുന്നത് ഒരുപാട് മാമൂലുകളെ കൊണ്ട് ചുറ്റും മാരകമായ മാമൂലുകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന, കുടുംബ ഭദ്രതയെ തകർത്ത് കളയുന്ന മാമൂലുകൾ ഉണ്ടാവുകയാണ്. ജനിച്ചാൽ ഒരു പെണ്ണായാൽ പിന്നെ പ്രായം തികഞ്ഞാൽ പിന്നെ ഒരു കല്യാണം തന്നെയാണ് അവിടെ. എല്ലാവരും നാട്ടുകാരെയും കുടുംബത്തൊക്കെ വിളിച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ട്
അങ്ങനെ പിന്നെ പെണ്ണിനെ കാണാൻ വരുന്ന ആൾക്കാർ ഡ്രസ്സ് കൊണ്ടൊരു പ്രായം തേഞ്ഞാൽ ആ കുട്ടി ആ കുടുംബക്കാരെ അറിയിക്കുക, വരുന്നവരൊക്കെ ഡ്രസ്സ് കൊണ്ടുവരണം, അതുപോലെ തന്നെ പെണ്ണിന് പൊന്ന് കെട്ടണം. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. എല്ലാവരും വിളിച്ചിട്ട് ഒരു ഭക്ഷണ പരിപാടി, എത്ര പൈസ വേണം. ഇതൊക്കെ പലപ്പോഴും ഈ പെൺകുട്ടിക്ക് പ്രായമായാൽ സ്വകാര്യമായിട്ട് വെക്കണം, നാട്ടിൽ അറിയിക്കല്ല വേണ്ടത്. ആ പെണ്ണിന് ദീനി പഠിപ്പിച്ചു കൊടുക്കണം. പ്രായമായി, ഇനി നിയന്ത്രണങ്ങളുണ്ട്, നിസ്കാരം, കുളിച്ച് എങ്ങനെ വൃത്തിയാകണം, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടത്. ഇതാണ് പെണ്ണിൻ്റെ ഉമ്മാരി ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിൽ എന്താ കഥ അറിയങ്ങൾ, ഒരു പെണ്ണ് പ്രായമായാൽ ആ പ്രായമായത് അറിയിക്കുന്ന പരിപാടി നടത്താൻ പെണ്ണിൻ്റെ ഉമ്മാക്കും ഉമ്മാൻ്റെ ഉമ്മാക്കോ ഭയങ്കര തിരക്ക്. അവരാണ് ഇതിനൊക്കെ കൊടി പിടിക്കുന്ന ആൾക്കാർ. അതില്ലെങ്കിൽ കുടുംബം തന്നെ തകർന്നു പോകുന്ന പെണ്ണിന്റെ വീട്ടുകാർക്ക് ഭയങ്കര നിർബന്ധമാണ്. അങ്ങനെ കുടുംബം തന്നെ തകർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് ആ പെൺകുട്ടി, പ്രായമായ ആ പെൺകുട്ടി വലുതെ കല്യാണം ആലോചിക്കണം, പെണ്ണ് കാണാം. എന്താ പെണ്ണ് കാണാൻ നമുക്കറിയാം, ഇന്ന് നമ്മൾ കാണുന്ന മിഠായി കൊണ്ടുവരിക, വീഡിയോ എടുക്കുക, റീലാക്കുക, വൈറലാക്കുക, ഇതൊക്കെ പെണ്ണ് കാണുന്നതുമായി ബന്ധപ്പെട്ട്. ഇനി പെണ്ണുറപ്പിച്ചാൽ പിന്നെ പെണ്ണുറപ്പിക്കൽ എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. പെണ്ണിന്റെ കയ്യിൽ ഈ ചെക്കന്റെ വാപ്പിമ്മയും കൊണ്ടുപോയിട്ട് പൈസ കൊടുക്കുകയാണ്. പൈസ കൊടുത്തിട്ട് പെണ്ണിനെ ഉറപ്പിച്ചിടുക. ഇതൊക്കെ സാമ്പത്തികമായ ഭദ്രതയെ തകർക്കുന്ന കാര്യങ്ങളാണ്. വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി പെണ്ണിനെ പറഞ്ഞിട്ടാൽ പിന്നെ കർക്കിടകവാവ് വന്നാൽ കർക്കിടകവാവിന് ഡ്രസ്സ് കൊണ്ടുവരുന്ന ഒരു പരിപാടിയുണ്ട്. കർക്കിടകവാവ് വന്നാൽ ഇതൊക്കെ ആര് ചെയ്തതാ? പണ്ട് ആരോ ചെയ്തത് നമ്മൾ ചെയ്യാണ്. ഇതൊക്കെ നമ്മളെ നാട്ടിൽ സാർവത്രികമായിട്ട് നടക്കുകയാണ്. ഇത് ആരെങ്കിലും അതിൽ മാറി നിന്നാൽ അവൻ ഒറ്റപ്പെട്ടവനായി മാറുകയാണ്. ഇനി കല്യാണം. എന്താ കല്യാണം? ഇസ്ലാം വളരെ ലളിതമായി നിശ്ചയിച്ചതാണ് കല്യാണം. ആ കല്യാണത്തിൽ നമ്മൾ ഇന്ന് കാണുന്നത് സേവ് ദ ഡേറ്റ്, പിന്നെ ബ്രൈഡ് ടു ബി, ഗ്രൂം ടു ബി, പിന്നെ ഷൂട്ടിങ്, പിന്നെ സർപ്രൈസ് ആയിട്ട് കാണാൻ വരിക, കേക്ക് മുറിക്കുക, ബൊക്കെ കൊടുക്കുക, കടപ്പുറത്ത് പോയിട്ട് ഷൂട്ടിങ് എടുക്കുക, കട കൊണ്ടിട്ട് കേക്ക് മുറിക്കുക, എന്നിട്ടൊക്കെ റീലാക്കുക, എന്നിട്ടൊക്കെ വൈറലാക്കുക. ഇങ്ങനെ തുടങ്ങിയിട്ട് വിവാഹവുമായി കല്യാണവുമായി ബന്ധപ്പെട്ട് അങ്ങനെ നടക്കുക. കല്യാണമല്ല, കല്യാണങ്ങളാ നടക്കണത്. ഒരു കല്യാണമല്ല നടക്കണേ, കല്യാണങ്ങളാണ് നടക്കണേ. മഞ്ഞ കല്യാണം, അറബി കല്യാണം, അതോടനുബന്ധിച്ച ഡ്രസ് കോഡുകൾ, ഇതിനൊക്കെ ഒരു തവണ മാത്രം ഇടുക, ഒരു ദിവസം ഒരു നേരം മാത്രം ഇടാൻ പറ്റിയ ഡ്രസ്സ് എത്രയാണ് കാശ് അതിനു വേണ്ടി ചെലവാക്കുന്നത്? ഞാൻ പറഞ്ഞ വിഷയവുമായി സാമ്പത്തിക ഭദ്രതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സഹോദരങ്ങളെ, ശ്രദ്ധിക്കണം. ഇനി കല്യാണം കഴിഞ്ഞ് കല്യാണത്തിന് പിറ്റേന്ന് ഒരു കാഴ്ച കൊണ്ടുവരുന്ന പരിപാടിൻ്റെ മാമൂല്. കല്യാണത്തിന് പിറ്റേന്ന് ഒരു കാഴ്ച കൊണ്ടുവരിക. എന്താ കാഴ്ച കൊണ്ടുവരണ്ടേ? ഒരു പെണ്ണിന്റെ വീട്ടിൽ നിന്ന് വാപ്പി ഇമ്മയും വരികയാണ് പെണ്ണിനെ കാണാൻ. കല്യാണം കഴിച്ച് വിട്ട പെണ്ണിനെ ചെക്കൻ്റെ വീട്ടിലേക്ക് വരാം. എന്നിട്ട് കുറേ കാഴ്ച കൊണ്ടുവരാൻ ഒരുപാട് പലഹാരങ്ങളും പലഹാരത്തിന് കെട്ടുകളും പെട്ടികളായിട്ട് വരികയാണ്. ഇനി അത് കഴിഞ്ഞ് പെണ്ണ് ഗർഭിണിയായാലും പള്ള കാണാൻ പോവുക. ഇപ്പൊ കുറേയൊക്കെ അതിനൊക്കെ നമ്മുടെ നാട്ടിൽ നിയന്ത്രണം വന്നിട്ടുണ്ട്. പ്രസവത്തിന് കൊണ്ടുപോലും വലിയൊരു ചെലവാ, സാമ്പത്തിക ചെലവാ. അതിന് ഡ്രസ്സ് വേണം, പെണ്ണിന് ഡ്രസ്സ് വേണം, പെണ്ണിന് കൈമടക്കണം. എങ്ങനെ ഈ പെണ്ണിനെ കൊണ്ട് പ്രസവത്തിൻ്റെ ചികിത്സയും ആശുപത്രിയിലൊക്കെ ആരാ നോക്കൊക്കെ? ആണിൻ്റെ ആൾക്കാരെ നോക്കണ്ടേ? പെണ്ണിന്റെ പ്രസവവും അതിന്റെ ചികിത്സയും ആശുപത്രിയിലെ ചെലവും കുട്ടീനെ നോക്കാൻ വരുന്ന പെണ്ണിനുള്ള പൈസയും ഒക്കെ കൊടുക്കേണ്ടത് ആണുങ്ങളാ. ഇതിനൊക്കെ പുറമെ പിന്നെ ഒരു കൈമടക്ക് കൊടുക്കുക, അങ്ങനത്തെ ഒരു ഏർപ്പാട്. ഈ കൊടുക്കുന്നതൊക്കെ എന്താ? പൈസയാണ് സഹോദരങ്ങളെ, സാമ്പത്തിക വിഷയമായി രംഗത്തൊക്കെ വരുന്നത്. ഇനി പിന്നെ ഇതിനൊക്കെ പുറമെ പ്രസവിച്ചത് കാണാൻ വേണ്ടി ഒരു പോക്കുണ്ട്. പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ഡ്രസ്സ് വേണം. എത്ര കൂട്ട് ഡ്രസ്സുകളാണ് കൊണ്ടുപോവുക? അടുത്ത കുട്ടിക്ക് വരെ ഇടാൻ മാത്രമുള്ള ഡ്രസ്സുകൾ കൊണ്ടുപോകണം. ഇനി കുട്ടി ആണായാലും പെണ്ണായാലും പൊന്നിട്ടണം. ആണായാലും പെണ്ണും. ആണിന് പൊന്ന് കെട്ടൽ ഹറാമാണ്. ഒരു ചെറിയ പൈതലിന്റെ മേത്ത് കൊണ്ടിട്ട് ഹറാമാ ചെയ്യിപ്പിക്കണത്. അത് കുട്ടിയാണെങ്കിലും വലിയോരാണെങ്കിലും ഹറാമാണ് സ്വർണ്ണമാണിന്. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും പൊന്നിട്ടണം. പൊന്ന് കെട്ടിയിട്ടില്ലെങ്കിലൊക്കെ ബന്ധം തകർന്നു പോവുകയാണ്. 40ാമത്തെ ദിവസം പ്രത്യേക ഡ്രസ്സ് കൊണ്ടുപോകണം. പ്രസവിച്ച 40ൻ്റെ അന്ന് പോകും, പ്രത്യേക ഡ്രസ്സ് കൊണ്ടുപോകണം. ഇങ്ങനെ തുടങ്ങിയിട്ട് സഹോദരങ്ങളെ, എത്രയാണ് നമ്മുടെ നാട്ടിലെ മാമൂലുകൾ. ഈ വിഷയത്തിൽ എത്രയാണ് സാമ്പത്തികമായ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ജനനം മുതൽ മരിച്ച മയ്യത്ത് കബറടക്കിന് വന്ന അപ്പോടെ പായസം ഉണ്ടാക്കണം. ഈ പായസം വെറുതെ ഉണ്ടാവില്ലല്ലോ, ചായയും കടി ഉണ്ടാക്കണം. ഈ വരുന്ന ആളുകൾക്കൊക്കെ വേണം. അത് മരിച്ച അന്നണ്ട് തുടങ്ങിയിട്ട് പിന്നെ ഞാൻ പറയണ്ടല്ലോ, അത് തുടങ്ങിയിട്ട് ആണ്ട് വരെ നീണ്ടുപോകുന്ന എത്രമാത്രം ദൂർത്തുകളാണ് സഹോദരങ്ങളെ ഈ രംഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 6 വിഷയങ്ങൾ സാമ്പത്തിക ഭദ്രതയെ തടുത്തു കളയുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹോദരങ്ങൾ, ഇത് വെറുതെ പറയല്ല. നമ്മളെ കയ്യിൽ അള്ളാഹ് പൈസ തന്നിട്ടുണ്ടെങ്കിൽ തന്ന നയാ പൈസയെപ്പറ്റി ചോദിക്കാതെ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് സത്യമാണ് എന്ന് വിശ്വാസമുണ്ടോ? ഈമാനുണ്ടോ?
ആ ഈമാനാണോ നമ്മളെ ഈ വെള്ളിയാഴ്ച ദിവസം പള്ളിയിലൊക്കെ വരാനും ഖുത്ബ കേൾക്കാനും ജുമാക്കും ജമാഅത്തിനൊക്കെ വരാനൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നത്? എങ്കിൽ ഈമാൻ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, നമ്മളെ കയ്യിൽ അല്ലാഹു തആല 5ന്റെ പൈസ തന്നിട്ടുണ്ടെങ്കിൽ അത് എവിടുന്ന് കിട്ടി, എന്തിൽ ചിലവഴിച്ചു എന്ന് ചോദിക്കാതെ, ലാ തസൂലു ഖദമാ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അൽ, ചോദിക്കാതെ അല്ലാഹു വിടൂല വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖ, എന്തിൽ ചെലവഴിച്ചു, എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കാതെ ഒരാളെയും അല്ലാഹു വെറുതെ വിടൂല. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞ താക്കീത് ഒന്നും കൂടി മനസ്സിലാക്കുക. വലാ തജിൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക് വലാ തബ്സുതുഹാ, ചെലവാക്കേണ്ടടുത്ത് ചെലവാക്കണം, അല്ലാത്തടുത്ത് ചെലവാക്കരുത്, ദൂർത്തടിക്കരുത്. അങ്ങനെ ഉണ്ടായാൽ ഫതഖഉദ, നീ ഇരിക്കേണ്ടി വരും. സുബ്ഹാനല്ലാഹ്, ഫതഖഉദ, നീ ഇരിക്കേണ്ടി വരും. മലൂമൻ മഹ്സൂറ, ആക്ഷേപിക്കപ്പെട്ടവനായും നിന്ദിതനായും ഇരിക്കേണ്ടി വരും. എല്ലാവരും ആക്ഷേപിക്കും, കുറ്റം പറയും. ആക്ഷേപിക്കപ്പെടുന്നവനും അപമാനം കെട്ടവനായി നീ ഇരിക്കേണ്ടി വരുമെന്ന് അല്ലാഹ് ഖുർആനിൽ വരുന്ന താക്കീതാണ്, പറഞ്ഞ താക്കീതാണ്. ആ താക്കീത് നമ്മുടെ നെഞ്ചകത്ത് വേണം. അള്ളാഹു നമ്മെ സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മത പാലിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നൊരു ദിനമാണ്. ഈ വർഷത്തെ ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ പ്രമേയമായി പറഞ്ഞത്, ന്യായവും പ്രതീക്ഷയുമുള്ള ഒരു ലോകത്ത് അവർ ആഗ്രഹിക്കുന്ന കുടുംബങ്ങളെ സൃഷ്ടിക്കാൻ യുവാക്കളെ ശാക്തീകരിക്കുക എന്നതാണ്. ഇപ്പോൾ ഈ വർഷത്തെ പ്രമേയം. ഇതെന്തിനാ ഉണ്ടാക്കിയെന്നറിയോ? ലോക ജനസംഖ്യാ ദിനം എന്നൊരു ആചാരം ഉണ്ടാക്കിയത് ജനസംഖ്യാ വർധനവ് മൂലം ലോകം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം ഉണ്ടാക്കാനാണ്. ജനസംഖ്യാ വർധനവ് നിമിത്തം ലോകം നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ചുള്ള ബോധം ഉണ്ടാക്കാനാണ് ഈ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. പക്ഷെ ഇന്ന് കൊടുത്ത പ്രമേയം എന്താണെന്ന് അറിയുന്നത്? ചെറുപ്പക്കാർക്ക് ആ കുടുംബത്തെ സൃഷ്ടിക്കാൻ യുവാക്കൾക്ക് ശക്തി കൊടുക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ലോകത്ത് കുട്ടികൾ വേണ്ട, 2 മതി, പിന്നെ 1 മതി എന്ന് പറഞ്ഞു. എന്താ കാരണം? ദാരിദ്ര്യം ഭയന്ന്, ഇവിടെ വിഭവങ്ങൾ ഉണ്ടാകൂല കുട്ടികൾ ആൾക്കാർ കൂടിയാൽ എന്ന് പറഞ്ഞ് ദാരിദ്ര്യം ഭയന്ന രാജ്യങ്ങളൊക്കെ ഇന്ന് എന്താ ചെയ്യുന്ന അറിയങ്ങൾ? എല്ലാം മാറി. ഇപ്പം നമ്മളെ നാട്ടിൽ വരെ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു ആശാ വർക്കർ പറഞ്ഞൊരു വോയിസ് വാട്സപ്പിലൊക്കെ ഒന്നായിട്ട് പരന്നിരുന്നു. ഈ വാർഡിൽ ഗർഭിണികളായ ആരും ഇല്ലട്ടോ, ചെറുപ്പക്കാരൊക്കെ ഒന്ന് ഉഷാറായിട്ടൊന്ന് ഇറങ്ങിട്ടോ, കുട്ടികളില്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആശാ വർക്കർ ഇട്ട ഒരു വോയിസ് പരന്നിരുന്നു എല്ലായിടത്തും. ഇതൊരു തമാശയല്ല, ഇത് സത്യം തന്നെയാണ്. ഇന്ന് ലോകത്ത് ആലോചിക്കണം നിങ്ങൾ, ജനസംഖ്യ കൊണ്ട് പ്രയാസം ഉണ്ടാകുമെന്ന് പറഞ്ഞ ലോകത്ത് ഇന്ന് ജപ്പാനിലും ചൈനയിലൊക്കെ കുട്ടികളില്ലെങ്കിൽ റേഷൻ കാർഡ് വരെ കട്ട് ചെയ്യാണ്. ഇപ്പൊ റഷ്യയിൽ ഈ അടുത്ത ദിവസം നമ്മൾ വായിച്ചു, പത്രത്തിലൊക്കെ വായിച്ചു, ഇപ്പോൾ ഒരു മിനിസ്ട്രി ഓഫ് സെക്സ് എന്നൊരു ഏർപ്പാടിനെ തുടങ്ങുകയാണ്. ഇങ്ങോട്ട് ജോലി നടന്നുകൊണ്ടിരിക്കുന്ന ഇടവേളകളിൽ പോലും ദമ്പതിമാർ ഇണചേരാൻ സമയം കണ്ടെത്തണമെന്നാണ് റഷ്യന്റെ പ്രസിഡന്റ് കുടുംബത്തോട് പറഞ്ഞത്. രാത്രി 10 മുതൽ പിന്നെ എല്ലാവരും വീട്ടിലുണ്ടായിരിക്കണം, ലൈറ്റൊക്കെ ഓഫാക്കണം, കിടന്നുറങ്ങണം എന്നാണ് നിയമം. ഒരു രാജ്യത്തെ അതിനാണ് ഈ മിനിസ്റ്റർ ഉണ്ടാക്കിയിട്ടുള്ളത്. എവിടെ എത്തിയെന്ന് ആലോചിക്കണം നമ്മൾ. അവിടുത്തെ പ്രോത്സാഹനങ്ങൾ റഷ്യയിൽ, വീട്ടുമ്മക്ക് ശമ്പളം, ഒരു വീട്ടിലെ പ്രസവിച്ചൊരു ഉമ്മാക്ക്, പ്രസവിച്ചൊരു സ്ത്രീക്ക് ഗവൺമെന്റ് ശമ്പളം കൊടുക്കുക, അതൊരു ജോലിയായിട്ട് അംഗീകരിക്കണം. എന്ന് മാത്രമല്ല, വിവാഹിതരാകുന്ന ആൾക്കാർക്ക്, ചെറുപ്പക്കാർക്ക് ആ വിവാഹത്തിന്റെ ആദ്യ പകലിൽ ചെലവാക്കാൻ വേണ്ടി 4392 രൂപ റഷ്യ കൊടുക്കുക, കല്യാണത്തിന്റെ അന്ന് ചെലവഴിക്കാൻ വേണ്ടി. ഇപ്പം എന്താ, പെൺകുട്ടികളെ കിട്ടാനില്ല, കാരണം പെൺകുട്ടികൾ കല്യാണത്തിന് സമ്മതിക്കണില്ല. ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയമാണിത്.
ചെറുപ്പക്കാർ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കല്യാണത്തിൻ്റെ അന്ന് ചെലവഴിക്കാൻ വേണ്ടി പൈസ കൊടുക്കുകയാണ്. ഇനി ആദ്യ ദിവസം കല്യാണത്തിൻ്റെ അന്ന് ആദ്യ രാത്രിയിൽ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് 23,122 രൂപയാണ് റഷ്യ കൊടുക്കുന്നത്. കല്യാണത്തിൻ്റെ ആദ്യ രാത്രി ചെലവാക്കാൻ വേണ്ടിയിട്ട് ഒരു രാജ്യം കൊടുക്കുകയാണ്. എന്നാൽ ഒരു 18 വയസ്സിനും 23 വയസ്സിനും ഇടക്ക് ഏകദേശം പഠിക്കുന്ന കുട്ടികളായിരിക്കും. ഇപ്പം ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന ഉയർന്നൊക്കെ പഠിക്കുന്നവരായിരിക്കും. അപ്പോൾ പഠിക്കുകയാണെന്ന് പറഞ്ഞ് പെൺകുട്ടികൾ ഇന്ന് കല്യാണം കഴിക്കാൻ പെൺകുട്ടികളെ വിസമ്മതിക്കുന്നത് ഞങ്ങൾ പഠിക്കുകയാണ്, എന്നിട്ട് ഞങ്ങൾക്ക് ഒരു 2 കാലം നിൽക്കാനുള്ള ശക്തി ഉണ്ടാവട്ടെ, ഒരു വരുമാനം ഞങ്ങൾക്ക് ഉണ്ടാകട്ടെ, എന്തെങ്കിലും പിന്നെ ഭർത്താവിൻ്റെ വീട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ അതിജയിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയണത്. അപ്പം റഷ്യ പറയണം 18നും 23 വയസ്സിനിടക്ക് വിദ്യാർത്ഥിനികൾ ഗർഭിണിയായാൽ 1,00,000 രൂപ കൊടുക്കുക ഓഫർ. ഇനി കുട്ടി ജനിച്ചാൽ 10 ലക്ഷം രൂപ കൊടുക്കണത് റഷ്യയിൽ. നമ്മൾ ദാരിദ്ര്യം ഭയന്ന് കുട്ടികളെ നിയന്ത്രിച്ചവരാ. അള്ളാഹ് പറഞ്ഞു ലാ തഖ്തുലു ഔലാദക്കും ഖശ്യത ഇംലാഖ്, ദാരിദ്ര്യം ഭയന്ന് കുട്ടികളെ കൊല്ലരുത്, നിയന്ത്രണം വെക്കരുത്. അശ്ശൈത്വാനു യഅദുകുമുൽ ഫഖ്റ, ശൈത്താനാണ് ദാരിദ്ര്യം പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്നത്. നഹ്നു നർസുഖുഹും വയ്യാക്കും, നിങ്ങൾക്കും അവർക്കും റിസ്ക് ഞാനാണ് നൽകുന്നത്. തസവ്വജൽ വലൂദൽ വദൂദ്, ധാരാളം പ്രസവിക്കുന്ന പെണ്ണിനെ കെട്ടിക്കോളി എന്ന റസൂൽ പറഞ്ഞത്. അവൾക്ക് ധാരാളം സ്നേഹിക്കാൻ കഴിയും. ഇന്നത്തെ ഒരു വിരോധാഭാസം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ആൾക്കാർ വേണം, എല്ലായിടത്തും ആൾക്കാർ വേണം. സ്കൂളിൽ കുട്ടികളില്ലെങ്കിൽ മാഷുമാർക്ക് പണി പോകും, മാഷുമാർ കുട്ടികളെ തിരഞ്ഞെടുക്കുക. അപ്പോൾ സ്കൂളിൽ മാഷുമാർക്ക് കുട്ടികൾ വേണം, കലാലയങ്ങൾക്ക് കുട്ടികൾ വേണം. ബസ്സിൽ നാട്ടിലെ ആൾക്കാരുണ്ടെങ്കിൽ ബസ് ഓടുള്ളൂ, ട്രെയിൻ ഓടുള്ളൂ, വിമാനത്തിൽ ആൾക്കാർ വേണം, പോളിംഗ് ബൂത്തിലും ആൾക്കാർ വേണം. പോളിംഗ് ബൂത്തിൽ ആൾക്കാരില്ല കഴിഞ്ഞാൽ ഇവിടെ വരിക്കാൻ പറ്റുമോ? ഇവിടൊക്കെ ആൾക്കാർ വേണം. നോക്കൂ നിങ്ങൾ, എല്ലായിടത്തും ആൾക്കാർ വേണം. പക്ഷേ നമ്മളെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്, ദാരിദ്ര്യം വരുന്നത്. എന്താ അള്ളാഹ് പറഞ്ഞതെന്നറിയാം? അള്ളാഹ് പറഞ്ഞത് ഇതൊക്കെ കുറേയൊന്നുമല്ല, നല്ലതുണ്ടാവണം എന്നല്ല പറഞ്ഞത്. മക്കളാണെങ്കിലൊക്കെ നല്ലതുണ്ടാവണം എന്ന് പഠിപ്പിച്ചു. മതം പറഞ്ഞതാണ് മക്കൾ വേണം, പക്ഷെ നല്ലതാവണം എന്നാ. ഇസ്ലാം പറഞ്ഞു ഭാര്യാഭർത്ത് ശാരീരിക ബന്ധം കൂലി കിട്ടുന്ന കാര്യമാണ്, പുണ്യാണ്. പടച്ചോമ്പാത്ത് കൂലി കിട്ടുന്ന കാര്യമാണ്. മുലയൂട്ടൽ പുണ്യാണ്, ദാമ്പത്യം പുണ്യമാണ്, മക്കൾക്കും ഇണക്കും ചെലവിന് കൊടുക്കൽ പുണ്യാണ്. ഇതൊക്കെ പഠിപ്പിച്ചു. എന്നിട്ട് ഇതൊക്കെ എന്താണ്? സന്താനങ്ങൾ ഉണ്ടാവണം, ആൾക്ക് ജനസംഖ്യ ഉണ്ടാവണം, സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണം. കുറേ നാടിൽ പെറ്റുപെരുകലല്ല, ഉള്ളത് നന്നാക്കി വളർത്തിയെടുക്കാൻ ശ്രമിക്കണം എന്ന് പഠിപ്പിച്ചു. പള്ളിക്കൽ ആൾ വേണം, മദ്രസയിൽ കുട്ടികൾ വേണം, അറബി കോളേജിൽ കുട്ടികൾ വേണം. മദ്രസയും പള്ളിയും അറബി കോളേജൊക്കെ നിറയട്ടെ, ഇതാ വേണ്ടത്. ഇതാണ് ഇസ്ലാം പറയുന്ന കാഴ്ചപ്പാട്. അവിടെയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞെടുത്ത് ഒരിക്കലും പരാജയം ഉണ്ടാവില്ല. അതാണ് ആത്യന്തികമായി നിലനിൽക്കുന്ന പ്രായോഗികമായ രീതികൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെയൊക്കെയും നമ്മുടെ ജീവിതം സന്തോഷപ്രദമാകണമെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ, അവൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ള ഖുർആനുകൾ നോക്കി എവിടെ ചെലവഴിക്കാൻ പറഞ്ഞതും നിങ്ങൾക്ക് തന്നതിൽ നിന്ന് ചെലവാക്കിക്കൊള്ളുന്ന പറഞ്ഞത്, അതല്ലാത്തൊരു സ്ഥലം പോലും ഇല്ല. അതുകൊണ്ട് അത് അള്ളാഹ് തന്നത് അള്ളാഹ് പറഞ്ഞ പോലെ ചെലവഴിക്കണം. അനാവശ്യമായി സമ്പത്ത് ചെലവഴിക്കുന്ന ഏതൊരു മേഖലയെയും, ഞാനീ പറഞ്ഞ 6 രംഗങ്ങളിൽ ഏത് രംഗമായിരുന്നാലും, 6ാമത്തത് ഞാൻ പറഞ്ഞ മാമൂലുകൾ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നാളെ പരലോകത്ത് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ 3 കഷ്ണം തുണി കുറച്ച് പരുത്തിയേറ്റേ പോവുള്ളൂ. പക്ഷേ നമ്മളെ കയ്യിൽ റബ്ബ് തരാൻ തുടങ്ങിയ അന്ന് മുതൽ ഉള്ളത് മരിക്കുന്നത് വരെ തന്നതിനെക്കുറിച്ച് പടച്ചവൻ ചോദിക്കും. മറുപടി പറയാതെ, കണക്ക് പറയാതെ, കണക്ക് ബോധിപ്പിക്കാതെ ഒരു പാൽപാദം മുന്നോട്ട് വെക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കൂല. അതുകൊണ്ട് ആ ശ്രദ്ധയും ജാഗ്രതയും ഈ വിഷയത്തിൽ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു അവൻ്റെ മഹത്തായ ഫദ്ൽ കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ബഹുമാനനായ അഷ്ശൈഖ് റബീഅ ഇബ്നു ഹാദി അൽ മദ്ഖലി മദീനയിൽ മരണപ്പെട്ടു. പ്രസിദ്ധനായ പണ്ഡിതനാണ്, അഹ്ലുസുന്നയുടെ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന പോലെ മദീനയിൽ മരിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി അദ്ദേഹം പ്രാർത്ഥിച്ചു. മദീനയിൽ അദ്ദേഹം മരണപ്പെട്ടു. അള്ളാഹു തആല മഹാപണ്ഡിതന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ബഹുമാനനായ നമ്മുടെ സഹോദരൻ AKC ബാവ സാഹിബ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മയും അവരെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. രോഗികളായ ആളുകളുണ്ട്. നമ്മളെ മൂലക്കല പള്ളിക്ക് സ്ഥലം തന്ന ബഹുമാനായ അബ്ദുറഹ്മാൻ സാഹിബ്, അദ്ദേഹം വളരെ പ്രയാസകരമായ അവസ്ഥയിലാണുള്ളത്. ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഉസ്താദ് ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫി കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ബൈക്ക് ആക്സിഡൻ്റായി ആശുപത്രിയിലാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു സർജറി നടക്കുകയാണ്. എല്ലാവരും ദുആ ചെയ്യണം. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ, രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അബുദാബിയിലെ നമ്മുടെ ഒരു പ്രവർത്തകൻ നാട്ടിലേക്ക് വരാൻ പോലും പറ്റാത്ത, യാത്ര ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ പ്രയാസകരമായ ഒരു അസുഖം ബാധിച്ച്
ആശുപത്രിയിലാണുള്ളത്, ചികിത്സയിലാണുള്ളത്. നാട്ടിലേക്ക് വരാനുള്ള ഒരു ശമനം അദ്ദേഹത്തിന് കിട്ടേണ്ടതുണ്ട്. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ശരീരത്തിന് ആരോഗ്യവും ആയുസ്സും ശമനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ഇടക്കടപ്പുറത്ത് 3 കുട്ടികൾ ന്യൂകട്ടിൽ പാലത്തിങ്ങിൽ പോയിട്ട് പുഴയിൽ പോയി ഒരു കുട്ടി എപ്പോഴും കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം, രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വീട്ടിൽ ആ 17 വയസ്സ് വരെ ആ കുട്ടിയെ പോറ്റി വളർത്തിയ, രാവും പകലും കാവലിരുന്ന ഒരു ഉമ്മ ആ വീട്ടിലുണ്ട്. ആ ഉമ്മാന്റെ മനസ്സിന് അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ശാന്തി പ്രദാനം ചെയ്യട്ടെ. അത്തരം അപകടങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. തലപ്പാറയിൽ 24 വയസ്സൊരു ചെറുപ്പക്കാരൻ മുഹറം നോമ്പ് നോറ്റ് നോമ്പുറക്കാൻ വേണ്ടി കട വാങ്ങാൻ വേണ്ടി പോയതാണ്. സർവീസ് റോഡിലൂടെ ഒരു ലോറി വന്നിടിച്ച് ആ പുഴയിലേക്ക് മറിഞ്ഞ് 2ാമത്തെ ദിവസമാണ് മയ്യത്ത് കിട്ടിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഷഹീദിന്റെ പദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അഅതിഖ് റിഖാബനാ മിനൻ നാർ വറിഖാബ ആബാഇനാ വഉമ്മഹാതിനാ വഅസ്വാജിനാ വഇഖ്വാനിനൽ മുസ്ലിമീന അജ്മഈന യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين.